ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം മരിച്ചവർ തിരിച്ചു വരുമോ? പ്രിയരെ, ഒരു ദിവസം രാവിലെ ഗുരുദേവൻ ശിവഗിരിയിൽ നിന്നിറങ്ങി തോട്ടരികിലൂടെ നടക്കുകയായിരുന്നു. ഒപ്പം ഒരു ഭക്തനുമുണ്ട്. നടപ്പിനിടയിൽ ഒരു സ്ത്രീയുടെ ദയനീയമായ നിലവിളി കേട്ടു. ആ നിലവിളി ഉയർന്ന ഗൃഹത്തിലേക്ക് ചെന്ന് വിവരമന്വേഷിച്ചു. അന്യരാജ്യത്ത് തൊഴിൽ ചെയ്യുകയായിരുന്ന സഹോദരൻ അവിടെ വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആ സ്ത്രീ വീണ്ടും കരഞ്ഞപ്പോൾ അവരെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ ചോദിച്ചു, മരിച്ചുപോയവർ തിരിച്ചു വരുമോ? സ്ത്രീ, ഇല്ല. ഗുരുദേവൻ, നാം എല്ലാവരും ഒരിക്കൽ മരിക്കില്ലേ? സ്ത്രീ, മരിക്കും. ഗുരു, കരഞ്ഞാൽ മരിച്ചവർ തിരിച്ചു വരുമോ? സ്ത്രീ, ഇല്ല. ഗുരു, പിന്നെ എന്തിനു കരയുന്നു? സ്ത്രീ, അവർ കരഞ്ഞുകൊണ്ട് തന്നെ. ഇനി കരയില്ല സ്വാമി. ഗുരു, കരയരുത്. കരയുന്നത് മരിച്ചവർക്ക് നല്ലതല്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്ത്രീ ബന്ധപ്പെട്ട് കരച്ചിലൊതുക്കി നിന്നു. ഗുരു, മക്കളുണ്ടല്ലോ? സ്ത്രീ, ഉണ്ട്. ഗുരു, അവരെയൊക്കെ നല്ലവണ്ണം വളർത്തണം, പഠിപ്പിക്കണം. വെറുതെ കരയുകയും വിളിക്കുകയും ചെയ്യരുത്. ദിവസവും മുടങ്ങാതെ ഈശ്വരനെ പ്രാർത്ഥിക്കണം. ഉണ്ടായിട്ടുള്ളതിനൊക്കെയും നാശമുണ്ടാവുക എന്നത് പ്രകൃതിയിലെ മാറ്റമില്ലാത്ത ഒരു തത്വമാണ്. ആ തത്വത്തെ സ്മരിച്ചാൽ മരണത്തിൽ കരയുന്നത് അർത്ഥമില്ലാത്തതും യാതൊരു പ്രയോജനത്തെയും ഉണ്ടാക്കാത്തതുമാണെന്ന് മനസ്സിലാവും. സ്നേഹപൂർവം, രഞ്ജൻ, കായനാട്.